ഒരു ലീനിയർ മാപ്പ് ഇൻജക്റ്റീവ് ആവാനുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് നെക്സ്റ്റ് തിയറത്തിൽ പറയുന്നത്. തിയറം 1, ഇഫ് എഫ് ഫ്രം യു ടു വി ഈസ് ലീനിയർ then the following statements are equivalent. First one, f is injective. Second one, kernel of f equal to singleton set 0 vector in u. ഒരു വെക്റ്റർ സ്പേസ് യുവിൽ നിന്നും മറ്റൊരു വെക്റ്റർ സ്പേസ് വിയിലേക്കുള്ള ഒരു ലീനിയർ മാപ്പാണ് എഫ്. ദെൻ ഇവിടെ തന്നിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ഈക്വലൻ്റ് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അനദർ സ്റ്റേറ്റ്മെൻറ്റും ഹോൾഡ് ചെയ്യും. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവയാണ്. ഫസ്റ്റ് വൺ, എഫ് ഈസ് ഇൻജക്റ്റീവ്. സെക്കൻഡ് വൺ, കേർണൽ ഓഫ് എഫ് ഈക്വൽ ടു സിംഗിൾട്ടൺ സെറ്റ് 0 വെക്ടർ ഇൻ യു. സോ എഫ് ഒരു ഇൻജക്റ്റീവ് മാപ്പ് ആണെങ്കിൽ കേർണൽ ഓഫ് എഫിൽ വെക്റ്റർ സ്പേസ് യുവിലെ 0 വെക്ടർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നും കേർണൽ ഓഫ് എഫിൽ വെക്റ്റർ സ്പേസ് യുവിലെ 0 വെക്ടർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എഫ് ഒരു ഇൻജക്റ്റീവ് മാപ്പ് ആയിരിക്കുമെന്നുമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ഈ തിയറം പ്രൂവ് ചെയ്യാം. എഫ് യുവിൽ നിന്നും വിയിലേക്കുള്ള ഒരു ലീനിയർ മാപ്പ്. ആദ്യം 1 ഇംപ്ലൈസ് ടു, എഫ് ഒരു ഇൻജക്റ്റീവ് മാപ്പാണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ ഡൊമെയിനിലെ ഡിസ്റ്റിൻറ്റ് എലമെൻസുകൾക്ക് ഡിസ്റ്റിൻറ്റ് ഇമേജസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ദാറ്റ് ഈസ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ ഇംപ്ലൈസ് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് വൈ. ഇതിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് ദാറ്റ് എക്സ് ഈക്വൽ ടു വൈ. അതായത് എക്സിൻ്റെയും വൈയുടെയും ഇമേജസ് സെയിം ആണെങ്കിൽ എക്സും വൈയും ഈക്വൽ ആയിരിക്കും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കേർണൽ ഓഫ് എഫിൽ വെക്റ്റർ സ്പേസ് യുവിലെ 0 വെക്ടർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ്. അതിനുവേണ്ടി എഫിൻ്റെ കേർണലിൽ നിന്നും ആർബിട്രറി ആയിട്ട് ഒരു വെക്ടർ എക്സ് ചൂസ് ചെയ്താൽ ആ വെക്ടർ 0 വെക്ടർ ഇൻ യു ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്താൽ മതി. ചൂസ് എനി വെക്ടർ എക്സ് ഫ്രം കേർണൽ ഓഫ് എഫ്. ദെൻ ബൈ ഡെഫിനിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വെക്ടർ ഇൻ വി ആയിരിക്കും. എഫ് ഒരു ലീനിയർ മാപ്പ് ആയതുകൊണ്ട് സെക്ഷൻ 1-ലെ തിയറത്തിൻ്റെ പാർട്ട് 1 അപ്ലൈ ചെയ്താൽ എഫ് ഓഫ് 0u ഈക്വൽ ടു 0v ആണ്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0v ആൻഡ് എഫ് ഓഫ് 0u ഈക്വൽ ടു 0v. എഫ് ഒരു ഇൻജക്റ്റീവ് മാപ്പ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും സെയിം ആയാൽ എക്സും വൈയും ഈക്വൽ ആയിരിക്കും. ഇവിടെ എഫ് ഓഫ് എക്സും എഫ് ഓഫ് 0 വെക്ടർ ഇൻ യുവും സെയിം ആയതുകൊണ്ട് എക്സ് ഈക്വൽ ടു 0 വെക്ടർ ഇൻ യു ആയിരിക്കും. സോ കേർണൽ ഓഫ് എഫിൽ നിന്നും ആർബിട്രറി ആയിട്ട് ഒരു വെക്ടർ ചൂസ് ചെയ്തപ്പോൾ അത് വെക്ടർ സ്പേസ് യുവിലെ 0 വെക്ടർ ആണെന്ന് കിട്ടി. സോ കേർണൽ ഓഫ് എഫിൽ യുവിലെ 0 വെക്ടർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ദാറ്റ് ഈസ് കേർണൽ ഓഫ് എഫ് ഈക്വൽ ടു സിംഗിൾട്ടൺ സെറ്റ് 0 വെക്ടർ ഇൻ യു. ദെൻ 2 ഇംപ്ലൈസ് 1, കേർണൽ ഓഫ് എഫിൽ വെക്ടർ സ്പേസ് യുവിലെ 0 വെക്ടർ മാത്രമേ ഉള്ളൂ എന്ന് അസ്യൂം ചെയ്യുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഒരു ഇൻജക്റ്റീവ് മാപ്പ് ആണെന്നാണ്. അതിനുവേണ്ടി എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും സെയിം ആണെങ്കിൽ എക്സും വൈയും ഈക്വൽ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്താൽ മതി. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ വെക്ടർ സ്പേസ് വിയിലെ 0 വെക്ടർ ആയിരിക്കും. എഫ് ഒരു ലീനിയർ മാപ്പ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് വൈ ആയിരിക്കും. സോ എഫ് ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 വെക്ടർ ഇൻ വി. ദെൻ ബൈ ഡെഫിനിഷൻ ഓഫ് കേർണൽ ഓഫ് എഫ് എക്സ് മൈനസ് വൈ കേർണൽ ഓഫ് എഫിലെ ഒരു മെമ്പർ ആയിരിക്കും. ബട്ട് കേർണൽ ഓഫ് എഫിൽ ആകെ വെക്ടർ സ്പേസ് യുവിലെ 0 വെക്ടർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ എക്സ് മൈനസ് വൈ വെക്ടർ സ്പേസ് യുവിലെ 0 വെക്ടർ ആയിരിക്കും. അതിൽ നിന്നും എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടും. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് ദാറ്റ് എക്സ് ഈക്വൽ ടു വൈ. സോ എഫ് ഒരു ഇൻജക്റ്റീവ് മാപ്പാണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ തിയറം 2, ലെറ്റ് യു ആൻഡ് വി ബി വെക്ടർ സ്പേസസ് ഈച്ച് ഓഫ് ഡയമെൻഷൻ n over a field f. If f from u to v is linear, then the following statements are equivalent. First one, f is injective. Second one, f is surjective. Third one, f is bijective. Fourth one, f carries bases to bases in the sense that if set of vectors u1, u2, etc. un is a basis of u, then the set of vectors f of u1, f of u2, etc. f of un is a basis of v. യുവും വിയും ഡയമെൻഷൻസ് സെയിം ആയ രണ്ട് വെക്ടർ സ്പേസസ് ഓവർ എ സെയിം ഫീൽഡ് എഫ്. രണ്ട് വെക്ടർ സ്പേസിൻ്റെയും ഡയമെൻഷൻ n ആണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ ഇവിടെ തന്നിട്ടുള്ള 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ഈക്വലൻ്റ് ആണ് എന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ആ 4 സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റ്സും ഹോൾഡ് ചെയ്യും എന്നാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. ആ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവയൊക്കെയാണ്. ഫസ്റ്റ് വൺ, എഫ് ഈസ് ഇൻജക്റ്റീവ്. Second one, f is surjective.
Third one, f is bijective. And fourth one, f carries bases to bases in the sense that if the set of vectors u1, u2, etc. un is a basis of u, then the set of vectors f of u1, f of u2, etc. f of un is a basis of v. അതായത് ഡിപ്പാർച്ചർ സ്പേസിൻ്റെ ഏതെങ്കിലും ഒരു ബേസിസിലെ എലമെൻസുകളുടെ ഇമേജസിൻ്റെ കളക്ഷൻ എടുത്താൽ അത് അറൈവൽ സ്പേസിൻ്റെ ഒരു ബേസിസ് ആയിരിക്കും. ആദ്യം 1 implies 2, എഫ് ഒരു ഇൻജക്റ്റീവ് മാപ്പാണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ പ്രീവിയസ് തിയറം അപ്ലൈ ചെയ്താൽ കേണൽ ഓഫ് എഫിൽ വെക്ടർ സ്പേസ് യുവിലെ 0 വെക്ടർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് കിട്ടും. സെക്ഷൻ 3യിലെ ഡയമെൻഷൻ തിയറത്തിൽ നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു ഇമേജ് ഓഫ് എഫിൻ്റെയും കേണൽ ഓഫ് എഫിൻ്റെയും ഡയമെൻഷൻസ് ആഡ് ചെയ്താൽ ഡിപ്പാർച്ചർ സ്പേസിൻ്റെ ഡയമെൻഷൻ കിട്ടുമെന്ന്. ദാറ്റ് ഈസ് ഡയമെൻഷൻ ഓഫ് യു ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫ് പ്ലസ് ഡയമെൻഷൻ ഓഫ് കേണൽ ഓഫ് എഫ്. ഇതിൽ നിന്നും ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് യു മൈനസ് ഡയമെൻഷൻ ഓഫ് കേണൽ ഓഫ് എഫ് എന്ന് കിട്ടും. ഇവിടെ ഡയമെൻഷൻ ഓഫ് യു ഈക്വൽ ടു n ആണ്. കേണൽ ഓഫ് എഫിൽ വെക്ടർ സ്പേസ് യുവിലെ 0 വെക്ടർ മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ആ സ്പേസിൻ്റെ ഡയമെൻഷൻ 0 ആയിരിക്കും. സോ ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫ് ഈക്വൽ ടു n മൈനസ് 0 which is equal to n. നമുക്കറിയാം ഇമേജ് ഓഫ് എഫ് വെക്ടർ സ്പേസ് വിയുടെ ഒരു സബ് സ്പേസ് ആണെന്ന്. അതിൻ്റെ ഡയമെൻഷൻ n ആണെന്ന് നമുക്ക് കിട്ടി. വെക്ടർ സ്പേസ് വിയുടെയും ഡയമെൻഷൻ n ആണ്. പ്രീവിയസ് ചാപ്റ്ററിലെ സെക്ഷൻ 7ലെ തിയറം 2 അപ്ലൈ ചെയ്താൽ ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിൻ്റെയും അതിൻ്റെ സബ് സ്പേസിൻ്റെയും ഡയമെൻഷൻ സെയിം ആണെങ്കിൽ സബ് സ്പേസും വെക്ടർ സ്പേസും സെയിം ആണെന്ന് കിട്ടും. ഇവിടെ ഇമേജ് ഓഫ് എഫ് വിയുടെ ഒരു സബ് സ്പേസ് ആണ്. വിയുടെയും ഇമേജ് ഓഫ് എഫിൻ്റെയും ഡയമെൻഷൻ n ആണ്. സോ ഇമേജ് ഓഫ് എഫ് ഈക്വൽ ടു വി. ഇമേജ് ഓഫ് എഫ് ഈക്വൽ ടു അറേബിൾ സ്പേസ് ആയതുകൊണ്ട് ബൈ ഡെഫിനിഷൻ എഫ് ഒരു സർജക്റ്റീവ് മാപ്പ് ആയിരിക്കും. ദെൻ 2 implies 3, എഫ് ഒരു സർജക്റ്റീവ് മാപ്പാണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ ഇമേജ് ഓഫ് എഫ് ഈക്വൽ ടു വിയും ഇമേജ് ഓഫ് എഫിൻ്റെയും വിയുടെയും ഡയമെൻഷൻ n ആയിരിക്കും. ഡയമെൻഷൻ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഡയമെൻഷൻ ഓഫ് കേണൽ ഓഫ് എഫ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് യു മൈനസ് ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫ് എന്ന് കിട്ടും. ഡയമെൻഷൻ ഓഫ് യുവും ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫും n ആയതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് കേണൽ ഓഫ് എഫ് ഈക്വൽ ടു n മൈനസ് n, അതായത് 0 എന്ന് കിട്ടും. കേണൽ ഓഫ് എഫിൻ്റെ ഡയമെൻഷൻ 0 ആയതുകൊണ്ട് കേണൽ ഓഫ് എഫിൽ യുവിലെ 0 വെക്ടർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. സോ പ്രീവിയസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഒരു ഇൻജക്റ്റീവ് മാപ്പാണെന്ന് കിട്ടും. സോ എഫ് ഒരു സർജക്റ്റീവ് മാപ്പും ഇൻജക്റ്റീവ് മാപ്പുമാണ്. ഹെൻസ് ഇറ്റ് ഈസ് ബൈജക്റ്റീവ്. നെക്സ്റ്റ് 3 implies 4, എഫ് ഒരു ബൈജക്റ്റീവ് മാപ്പാണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ എഫ് സർജക്റ്റീവും ഇൻജക്റ്റീവും ആയിരിക്കും. വെക്ടർ സ്പേസ് യുവിൻ്റെ ആർബിട്രറി ആയിട്ടുള്ള ഒരു ബേസിസ് ചൂസ് ചെയ്യുക. ലെറ്റ് ദി സെറ്റ് ഓഫ് n വെക്ടേഴ്സ് u1, u2, etc. un is a basis of u. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സെറ്റ് ഓഫ് വെക്ടേഴ്സ് എഫ് ഓഫ് u1, എഫ് ഓഫ് u2, etc. എഫ് ഓഫ് un വെക്ടർ സ്പേസ് വിയുടെ ഒരു ബേസിസ് ആയിരിക്കും എന്നാണ്. എഫ് ഒരു ഇൻജക്റ്റീവ് മാപ്പ് ആയതുകൊണ്ട് എഫ് ഓഫ് u1, എഫ് ഓഫ് u2, etc. എഫ് ഓഫ് un ഇവയെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. ദെൻ ഈ വെക്ടേഴ്സിൻ്റെ കളക്ഷൻ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാം. അതിനുവേണ്ടി ഈ വെക്ടേഴ്സിൻ്റെ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ മാത്രമേ വെക്ടർ സ്പേസ് വിയിലെ 0 വെക്ടർ ആയിരിക്കുകയുള്ളൂ എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഫോർ എനി സ്കേലാർസ് ആൽഫ 1, ആൽഫ 2, etc. ആൽഫ n, ആൽഫ 1 ഇൻറ്റു എഫ് ഓഫ് u1 പ്ലസ് ആൽഫ 2 ഇൻറ്റു എഫ് ഓഫ് u2 പ്ലസ് etc. പ്ലസ് ആൽഫ n ഇൻറ്റു എഫ് ഓഫ് un ഈക്വൽ ടു 0 വെക്ടർ ഇൻ വി ഇംപ്ലൈസ് ദാറ്റ് എഫ് ഓഫ് ആൽഫ 1 u1 പ്ലസ് ആൽഫ 2 u2 പ്ലസ് etc. പ്ലസ് ആൽഫ n un ഈക്വൽ ടു 0 വെക്ടർ ഇൻ വി. കാരണം എഫ് ഒരു ലീനിയർ മാപ്പാണ്. അതുപോലെ എഫ് ലീനിയർ ആയതുകൊണ്ട് എഫ് ഓഫ് 0u എന്തായാലും 0v ആയിരിക്കും. സോ എഫ് ഓഫ് ആൽഫ 1 u1 പ്ലസ് ആൽഫ 2 u2 പ്ലസ് etc. പ്ലസ് ആൽഫ n unൻ്റെയും എഫ് ഓഫ് 0uവിൻ്റെയും ഇമേജസ് സെയിം ആണ്. എഫ് ഒരു ഇൻജക്റ്റീവ് മാപ്പ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ആണെങ്കിൽ എക്സും വൈയും ഈക്വൽ ആയിരിക്കും എന്നുള്ളതുകൊണ്ട് ആൽഫ 1 u1 പ്ലസ് ആൽഫ 2 u2 പ്ലസ് etc. പ്ലസ് ആൽഫ n un ഈക്വൽ ടു 0 വെക്ടർ ഇൻ u എന്ന് കിട്ടും. ദെൻ സെറ്റ് ഓഫ് വെക്ടേഴ്സ് u1, u2, etc. un വെക്ടർ സ്പേസ് യുവിൻ്റെ ഒരു ബേസിസ് ആയതുകൊണ്ട് ഈ കളക്ഷൻ ഓഫ് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സോ ആൽഫ 1 u1 പ്ലസ് ആൽഫ 2 u2 പ്ലസ് etc. പ്ലസ് ആൽഫ n un ഈക്വൽ ടു 0 വെക്ടർ ഇൻ u ഇംപ്ലൈസ് ദാറ്റ് ആൽഫ 1 ഈക്വൽ ടു 0, ആൽഫ 2 ഈക്വൽ ടു 0, etc. ആൽഫ n ഈക്വൽ ടു 0. സോ ആൽഫ 1 ഇൻറ്റു എഫ് ഓഫ് u1 പ്ലസ് ആൽഫ 2 ഇൻറ്റു എഫ് ഓഫ് u2
പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ എൻ ഇൻറ്റു എഫ് ഓഫ് യു എൻ ഈക്വൽ ടു 0 വെക്ടർ ഇൻ വി എന്നെടുത്തപ്പോൾ ഈച്ച് സ്കേലാർസും 0 ആണെന്ന് കിട്ടി. സോ കളക്ഷൻ ഓഫ് വെക്ടേഴ്സ് എഫ് ഓഫ് യു വൺ എഫ് ഓഫ് യു ടു എക്സെട്ര എഫ് ഓഫ് യു എൻ വെക്ടർ സ്പേസ് വിയുടെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സബ്സെറ്റാണ്. ഈ കളക്ഷനിൽ n വെക്ടേഴ്സ് ഉണ്ട്. വെക്ടർ സ്പേസ് വിയുടെ ഡയമെൻഷനും n ആണ്. ദെൻ പ്രീവിയസ് ചാപ്റ്ററിലെ സെക്ഷൻ 7ലെ തിയറം 1ൻ്റെ സെക്കൻഡ് കൊറോളറി അപ്ലൈ ചെയ്താൽ ഈ കളക്ഷൻ ഓഫ് വെക്ടേഴ്സ് വെക്ടർ സ്പേസ് വിയുടെ ഒരു ബേസിസ് ആണെന്ന് കിട്ടും. ദെൻ 4 implies 1. സപ്പോസ് എഫ് ക്യാരീസ് ബേസസ് ടു ബേസസ്. ദെൻ കളക്ഷൻ ഓഫ് n വെക്ടേഴ്സ് u1 u2 എക്സെട്ര un വെക്ടർ സ്പേസ് യുവിൻ്റെ ഒരു ബേസിസ് ആണെങ്കിൽ കളക്ഷൻ ഓഫ് വെക്ടേഴ്സ് എഫ് ഓഫ് യു വൺ എഫ് ഓഫ് യു ടു എക്സെട്ര എഫ് ഓഫ് യു എൻ വെക്ടർ സ്പേസ് വിയുടെ ഒരു ബേസിസ് ആയിരിക്കും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഒരു ഇൻജക്റ്റീവ് മാപ്പ് ആണെന്നാണ്. അതിനുവേണ്ടി കേർണൽ ഓഫ് എഫിൽ വെക്ടർ സ്പേസ് യുവിലെ 0 വെക്ടർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് പ്രൂവ് ചെയ്താൽ മതി. എഫ് ഓഫ് യു വൺ എഫ് ഓഫ് യു ടു എക്സെട്ര എഫ് ഓഫ് യു എൻ ഇവയെല്ലാം ഇമേജ് ഓഫ് എഫിലെ വെക്ടേഴ്സാണ്. ഇമേജ് ഓഫ് എഫ് വെക്ടർ സ്പേസ് വിയുടെ സബ് സ്പേസ് ആയതുകൊണ്ട് അതിലുള്ള വെക്ടേഴ്സിൻ്റെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസും ഇമേജ് ഓഫ് എഫിൽ തന്നെ ഉണ്ടായിരിക്കും. സെറ്റ് ഓഫ് വെക്ടേഴ്സ് എഫ് ഓഫ് യു വൺ എഫ് ഓഫ് യു ടു എക്സെട്ര എഫ് ഓഫ് യു എൻ വെക്ടർ സ്പേസ് വിയുടെ ഒരു ബേസിസ് ആയതുകൊണ്ട് ആ സെറ്റിൻ്റെ സ്പാൻ വെക്ടർ സ്പേസ് വി തന്നെയായിരിക്കും. സോ ഇമേജ് ഓഫ് എഫ് ഈക്വൽ ടു വെക്ടർ സ്പേസ് വി. അങ്ങനെയാണെങ്കിൽ ഇമേജ് ഓഫ് എഫിൻ്റെ ഡയമെൻഷൻ n ആയിരിക്കും. ഡയമെൻഷൻ ഓഫ് യു ഈക്വൽ ടു n ആണ്. ഡയമെൻഷൻ തിയറം യൂസ് ചെയ്താൽ ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് എഫ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് യു മൈനസ് ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫ് എന്ന് കിട്ടും. വെക്ടർ സ്പേസ് യുവിൻ്റെയും ഇമേജ് ഓഫ് എഫിൻ്റെയും ഡയമെൻഷൻസ് n ആയതുകൊണ്ട് കേർണൽ ഓഫ് എഫിൻ്റെ ഡയമെൻഷൻ 0 ആണെന്ന് കിട്ടും. സോ കേർണൽ ഓഫ് എഫിൽ വെക്ടർ സ്പേസ് യുവിലെ 0 വെക്ടർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ദെൻ തിയറം 1 അപ്ലൈ ചെയ്താൽ എഫ് ഒരു ഇൻജക്റ്റീവ് മാപ്പ് ആണെന്ന് കിട്ടും. സോ തന്നിട്ടുള്ള 4 സ്റ്റേറ്റ്മെൻറ്റ്സും ഈക്വലൻ്റ് ആണ്. ഇതിലെ ഫസ്റ്റ് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്താൽ ഡിപ്പാർച്ചർ സ്പേസിൻ്റെയും അറൈവൽ സ്പേസിൻ്റെയും ഡയമെൻഷൻസ് സെയിം ആണെങ്കിൽ ഒരു ലീനിയർ മാപ്പ് ബൈജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ മാപ്പ് ഇൻജക്റ്റീവ് ആണെന്നോ അതല്ലെങ്കിൽ സർജക്റ്റീവ് ആണെന്നോ മാത്രം പ്രൂവ് ചെയ്താൽ മതി എന്ന് നമുക്ക് കിട്ടും. ദെൻ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദി ലീനിയർ മാപ്പിംഗ് എഫ് ഫ്രം R3 to R3 given by f of order triple xyz equal to order triple x plus z, x plus y plus 2z, 2x plus y plus 3z is neither surjective nor injective. ഇവിടെ R3യിൽ നിന്നും R3യിലേക്ക് തന്നെയുള്ള ഒരു ലീനിയർ മാപ്പിംഗ് തന്നിട്ടുണ്ട്. ആ ലീനിയർ മാപ്പിംഗ് ഇൻജക്റ്റീവും സർജക്റ്റീവും അല്ല എന്നാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. എഫ് സർജക്റ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യുവാൻ R3യിലെ എല്ലാ വെക്ടേഴ്സും ഇമേജ് ഓഫ് എഫിൽ ഉണ്ടാവുകയില്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. R3യിലെ ഒരു ആർബിട്രറി വെക്ടർ ഓർഡർ ട്രിപ്പിൾ എ ബി സി ഇമേജ് ഓഫ് എഫിൽ ഉണ്ടാകുവാനുള്ള കണ്ടീഷനാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ചൂസ് എനി വെക്ടർ ഓർഡർ ട്രിപ്പിൾ എ ബി സി ബിലോങ്സ് ടു R3. Now order triple ABC belongs to image of f if and only if f of order triple xyz equal to order triple ABC for some order triple xyz in R3. f of xyz equal to order triple x plus z, x plus y plus 2z, 2x plus y plus 3z ആയതുകൊണ്ട് which hold if and only if order triple x plus z, x plus y plus 2z, 2x plus y plus 3z equal to order triple ABC for some real numbers x, y and z. Coefficients equate ചെയ്യുമ്പോൾ which hold if and only if x plus z equal to a, x plus y plus 2z equal to b, 2x plus y plus 3z equal to c എന്ന് കിട്ടും. സോ ഓർഡർ ട്രിപ്പിൾ എ ബി സി ഇമേജ് ഓഫ് എഫിൽ ഉണ്ടാകുവാനുള്ള നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ എക്സ് പ്ലസ് സെഡ് ഈക്വൽ ടു എ, x plus y plus 2z equal to b, 2x plus y plus 3z equal to c for some real numbers x, y and z. അതായത് മുകളിൽ പറഞ്ഞ 3 ഇക്വേഷൻസും സൈമിൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ റിയൽ നമ്പേഴ്സ് എക്സ്, വൈ ആൻഡ് സെഡ് കണ്ടുപിടിക്കാൻ സാധിക്കണം. ഇതിനോട് ഈക്വലൻ്റ് ആണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എക്സ് പ്ലസ് സെഡ് ഈക്വൽ ടു എ, എക്സ് പ്ലസ് വൈ പ്ലസ് 2z ഈക്വൽ ടു ബി, 2x പ്ലസ് വൈ പ്ലസ് 3z ഈക്വൽ ടു സി കൺസിസ്റ്റൻ്റ് ആവണം എന്നുള്ളത്. സോ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എപ്പോഴാണ് കൺസിസ്റ്റൻ്റ് ആവുക എന്ന് നോക്കാം. അതിന് മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്യാം. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള മെട്രിക്സ് ഫോമാണ് 3x3 മെട്രിക്സ് 1 0 1 1 1 2 2 1 3 ഇൻറ്റു കോളം വെക്റ്റർ എക്സ് വൈ സെഡ് ഈക്വൽ ടു കോളം വെക്റ്റർ എ ബി സി.
ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കൺസിസ്റ്റൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെയും ലെഫ്റ്റ് സൈഡിലുള്ള കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് എയുടെയും റാങ്ക്സ് ഈക്വൽ ആയിരിക്കണം. നമുക്ക് ഈ റാങ്ക്സ് കണ്ടുപിടിക്കാം. ഇതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് 3/4 മെട്രിക്സ് 101A 112B 213C ആണ്. ഈ മെട്രിക്സിൽ ഗോസിയൻ എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്താൽ അതിനോട് ഈക്വലൻ്റ് ആയ റോ എക്കലോൺ ഫോമിലുള്ള മെട്രിക്സ് ഇതുപോലെ കിട്ടും. 3/4 മെട്രിക്സ് 101A 011B - A 000C - B - A. ഇതിലെ ലാസ്റ്റ് കോളം റിമൂവ് ചെയ്താൽ കിട്ടുന്നതാണ് മെട്രിക്സ് എയുടെ റോ എക്കലോൺ ഫോം. അതിൽ ലാസ്റ്റ് റോ ഫുള്ള് 0 ആണ്. നോൺ സീറോ റോസിൻ്റെ എണ്ണം 2 ആയതുകൊണ്ട് എയുടെ റാങ്ക് 2 ആണ്. ദെൻ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ എയുടെയും ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെയും റാങ്ക്സ് സെയിം ആയിരിക്കണം. സോ എ ബിയുടെയും റാങ്ക് 2 ആയിരിക്കണം. ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റാങ്ക് 2 ആവണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കോളത്തിലെ ലാസ്റ്റ് എൻട്രി 0 ആയിരിക്കണം. അത് 0 അല്ലെങ്കിൽ എ ബിയുടെ റാങ്ക് 3 ആയിരിക്കും. സോ C - B - A = 0 ആയിരിക്കണം. അതായത് C = A + B ആയിരിക്കണം. സോ ഓടെ ട്രിപ്പിൾ A, B, C ഇമേജ് ഓഫ് എഫിൽ ഉണ്ടാകുവാനുള്ള നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ C = A + B ആയിരിക്കണം എന്നാണ്. ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യാത്ത ഓടെ ട്രിപ്പിൾസ് ഒന്നും തന്നെ ഇമേജ് ഓഫ് എഫിൽ ഉണ്ടായിരിക്കുകയില്ല. സോ ഇമേജ് ഓഫ് എഫ് R3യുടെ ഒരു പ്രോപ്പർ സബ്സെറ്റാണ്. സോ എഫ് ഒരു സർജക്റ്റീവ് മാപ്പ് അല്ല. ഇനി എഫ് ഇൻജക്റ്റീവ് അല്ല എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. അതിനുവേണ്ടി കേർണൽ ഓഫ് എഫിൽ വെക്റ്റർ സ്പേസ് യുവിലെ 0 വെക്റ്റർ അല്ലാതെ വേറെയും വെക്റ്റേഴ്സ് ഉണ്ടായിരിക്കും എന്ന് പ്രൂവ് ചെയ്താൽ മതി. നമുക്ക് R3യിലുള്ള ഒരു ഓർഡർ ട്രിപ്പിൾ XYZ കേർണൽ ഓഫ് എഫിൽ ഉണ്ടാകുവാനുള്ള കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഓർഡർ ട്രിപ്പിൾ XYZ ബിലോങ്സ് ടു കേർണൽ ഓഫ് എഫ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് f of XYZ = ഓർഡർ ട്രിപ്പിൾ 0 0 0. ദാറ്റ് ഈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഓർഡർ ട്രിപ്പിൾ x + z, x + y + 2z, 2x + y + 3z = ഓർഡർ ട്രിപ്പിൾ 0 0 0. ദാറ്റ് ഈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് x + z = 0, x + y + 2z = 0 and 2x + y + 3z = 0. സോ ഓർഡർ ട്രിപ്പിൾ XYZ കേർണൽ ഓഫ് എഫിൽ ഉണ്ടാകുവാനുള്ള നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ x + z = 0, x + y + 2z = 0, 2x + y + 3z = 0. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എക്സും വൈയും സെഡും സൈമിൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈ ചെയ്യണം എന്നാണ്. ഇതൊരു ഹോമോജീനിയസ് സിസ്റ്റം ആയതുകൊണ്ട് അത് ഓൾവേസ് കൺസിസ്റ്റൻ്റ് ആണ്. അതായത് ഈ സിസ്റ്റത്തിന് എന്തായാലും ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഈ സിസ്റ്റത്തിന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കേർണൽ ഓഫ് എഫിൽ ഓർഡർ ട്രിപ്പിൾ 0 0 0 മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഈ സിസ്റ്റത്തിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കേർണൽ ഓഫ് എഫിൽ നോൺ സീറോ വെക്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഒരു ഹോമോജീനിയസ് സിസ്റ്റത്തിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുവാനുള്ള കണ്ടീഷൻ കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് എയുടെ റാങ്ക് നമ്പർ ഓഫ് അൺനോൺസിനേക്കാൾ കുറവാവുക എന്നാണ്. റാങ്കും നമ്പർ ഓഫ് അൺനോൺസും ഈക്വൽ ആണെങ്കിൽ ആ സിസ്റ്റത്തിന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇവിടെ മെട്രിക്സ് എ 3/3 മെട്രിക്സ് 101 112 213 ആണ്. അതിൻ്റെ റോ റെഡ്യൂസ്ഡ് ഫോം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. 3/3 മെട്രിക്സ് 101 011 000. ഇതിലെ നോൺ സീറോ റോസിൻ്റെ എണ്ണം 2 ആണ്. സോ കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് എയുടെ റാങ്ക് 2 ആണ്. നമ്പർ ഓഫ് അൺനോൺസ് 3. സോ ഈ സിസ്റ്റത്തിന് ഇൻഫൈനൈറ്റ്ലി മെനി നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ഉണ്ട്. സോ കേർണൽ ഓഫ് എഫിൽ R3യിലെ 0 വെക്റ്റർ അല്ലാതെ വേറെയും വെക്റ്റേഴ്സ് ഉണ്ടായിരിക്കും. സോ എഫ് ഒരു ഇൻജക്റ്റീവ് മാപ്പ് അല്ല. ഇത് രണ്ടുമാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്.